നമസ്കാരം, ബിഗ് ന്യൂസിലേക്ക് സ്വാഗതം. വഞ്ചിയൂർ കോടതിയിൽ ജൂനിയർ അഭിഭാഷകയായ അഡ്വക്കേറ്റ് ഷാമിലിക്ക് മർദ്ദനമേറ്റ സംഭവം അത്യന്തം ഗൗരവകരമെന്ന് മന്ത്രി പി രാജീവ്. കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണ് നടന്നത്. അച്ചടക്ക ലംഘനത്തിന് ബാർ കൗൺസിൽ നടപടി സ്വീകരിക്കണമെന്ന് മന്ത്രി പറഞ്ഞു. പരിക്കേറ്റ അഭിഭാഷകയായ ഷാമിലിയെ കണ്ട ശേഷമാണ് നിയമമന്ത്രി ഇങ്ങനെ പ്രതികരിച്ചത്. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി സീനിയർ അഭിഭാഷകനായ ബെയ്ൻലിൻ ദാസിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആലപ്പുഴ തലവടിയിൽ 48-കാരന് കോളറ സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ്. രോഗി ഗുരുതരാവസ്ഥയിൽ തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിയുകയാണ്. തലവടി ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡിലുള്ളയാൾക്കാണ് കോളറ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. വിവിധ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വയറിളക്കവും അനുഭവപ്പെട്ടിരുന്നു. സംശയത്തെ തുടർന്ന് രക്തം പരിശോധിച്ചപ്പോഴാണ് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഈ വർഷം സ്ഥിരീകരിക്കുന്ന 2ാമത്തെ കേസാണിത്. പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച ടെലിവിഷൻ താരം അഖിൽ മാരാർക്കെതിരെ പോലീസ് കേസെടുത്തു. BJPയുടെ പരാതിയിന്മേലാണ് കേസെടുത്തിരിക്കുന്നത്. രാജ്യദ്രോഹ കുറ്റം ചുമത്തിയാണ് കൊട്ടാരക്കര പോലീസ് അഖിൽ മാരാർക്കെതിരെ കേസെടുത്തത്. കഴിഞ്ഞ ദിവസമാണ് അഖിൽ മാരാർ പഹൽഗാം വിഷയവുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്കിൽ വീഡിയോ പങ്കുവച്ചത്. സമൂഹ മാധ്യമങ്ങളിൽ ദേശവിരുദ്ധ പരാമർശം നടത്തിയെന്നാരോപിച്ച് അഖിൽ മാരാർക്കെതിരെ BJP കൊട്ടാരക്കര മണ്ഡലം അധ്യക്ഷൻ അനീഷ് കിഴക്കേക്കര പരാതി നൽകിയിരുന്നു. കലാകാരന്മാർക്കെതിരെ RSS BJP നേതൃത്വം ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാട് ചോദ്യം ചെയ്യണമെന്ന് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ. ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് മാത്രം 3 കലാകാരന്മാരെയാണ് അവർ രാജ്യദ്രോഹികളായി പ്രഖ്യാപിച്ചതെന്ന് സന്ദീപ് വാര്യർ അറിയിച്ചു. രാജ്യദ്രോഹികൾ എന്ന കലാകാരന്മാരെ മുദ്രകുത്തുമ്പോൾ സാംസ്കാരിക കേരളം എന്തുകൊണ്ട് മൗനികളാകുന്നു എന്നും സന്ദീപ് വാര്യർ ചോദിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ ആഴ്ചയിൽ 2 ദിവസം പ്രത്യേക ക്യാൻസർ സ്ക്രീനിംഗ് ക്ലിനിക് പ്രവർത്തിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. ജനകീയ ക്യാൻസർ ക്യാമ്പയിൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണിത്. പുരുഷന്മാർക്കും സ്ക്രീനിംഗ് നടത്തും. ഫെബ്രുവരി 4-ന് ആരംഭിച്ച ക്യാമ്പയിനിൽ 15.5 ലക്ഷത്തോളം സ്ത്രീകളാണ് സ്ക്രീനിംഗ് നടത്തിയത്. തുടർ പരിശോധനയും ചികിത്സയും ഉറപ്പാക്കി 242 പേർക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. സ്തനാർബുദം, ഗർഭാശയ ക്യാൻസർ എന്നിവയോടൊപ്പം മറ്റു ക്യാൻസറുകളും സ്ക്രീനിങ്ങിനുണ്ട്. കരിപ്പൂരിൽ 40 കോടിയുടെ ലഹരിവേട്ട. പിടിയിലായത് 3 യുവതികൾ. MDMA കലർത്തിയ 15 കിലോ കേക്കും ക്രീം ബിസ്ക്കറ്റും ചോക്ലേറ്റും കസ്റ്റംസ് പിടികൂടി. 35 കിലോ ഹൈബ്രിഡ് കഞ്ചാവും പിടികൂടിയിട്ടുണ്ട്. തുടർച്ചയായി ഇത് 2ാം തവണയാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും ലഹരി വസ്തുക്കൾ പിടികൂടുന്നത്. ചെന്നൈ സ്വദേശി റാബിയത്ത്, സൈദു സൈനുദ്ദീൻ, കോയമ്പത്തൂർ സ്വദേശിയായ കവിത, തൃശൂർ സ്വദേശിനി സിമി ബാലകൃഷ്ണൻ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ വിവിധ പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ വാഹനങ്ങൾക്ക് പുതിയ പാർക്കിംഗ് നിരക്കുകൾ. പടിഞ്ഞാറെ കവാടത്തിലെ പുതിയ നിരക്കുകൾ മെയ് ആദ്യവാരത്തിൽ തന്നെ നിലവിൽ വന്നു. കിഴക്കേ ഭാഗത്തുള്ള പ്രധാന കവാടത്തിലെ പുതുക്കിയ പാർക്കിംഗ് നിരക്കുകൾ ജൂൺ 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് റെയിൽവേ അറിയിച്ചു. GST അടക്കമാണ് ഈ നിരക്കുകൾ പ്രാബല്യത്തിൽ വരിക. വന്ദേ ഭാരത് അടക്കമുള്ള ട്രെയിനുകളിൽ നിന്ന് പഴകിയ ഭക്ഷണങ്ങൾ പിടികൂടി. വിതരണം ചെയ്യാൻ തയ്യാറാക്കിയ ഭക്ഷണ സാധനങ്ങളാണ് പിടികൂടിയത്. കൊച്ചി കടവന്ത്രയിൽ നിന്നാണ് ഭക്ഷണ സാധനങ്ങൾ പിടികൂടുന്നത്. ആരോഗ്യ വിഭാഗം പരിശോധനയ്ക്കെത്തിയപ്പോൾ ഭക്ഷണങ്ങൾ അടച്ചു വെക്കാതെ ഈച്ചയരിക്കുന്ന നിലയിലായിരുന്നു. ബൃന്ദാവൻ ഫുഡ് പ്രൊഡക്ഷൻസ് എന്ന പേരിൽ കടവന്ത്രയിൽ സ്വകാര്യ വ്യക്തി നടത്തുന്ന സ്ഥാപനമാണിത്. വന്ദേ ഭാരതിന്റെ സ്റ്റിക്കർ പതിച്ച ഭക്ഷണപ്പൊതികളും ഇവിടെ നിന്നും കണ്ടെത്തിയിരുന്നു. സ്വകാര്യ വ്യക്തി കരാറെടുത്ത സ്ഥാപനമാണിത്. ഇവിടെ നിന്നാണ് ട്രെയിനിലടക്കം ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്യുന്നത്. പാകിസ്ഥാൻ പിടികൂടിയ BSF ജവാനെ മോചിപ്പിച്ചു. അബദ്ധത്തിൽ അതിർത്തി കടന്നതിനാണ് BSF ജവാനായ പൂർണം കുമാർ ഷായെ പാകിസ്ഥാൻ പിടികൂടുന്നത്. അദ്ദേഹത്തെ അട്ടാരി വാഗ അതിർത്തി വഴിയാണ് ഇന്ത്യയിൽ എത്തിച്ചതെന്നാണ് BSF അറിയിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തെ ഇന്ത്യക്ക് കൈമാറിയത്. രാവിലെ 10:30-ന് അമൃത്സറിലെ അട്ടാരി ജോയിന്റ് ചെക്ക് പോസ്റ്റ് വഴിയാണ് ഇന്ത്യക്ക് കൈമാറിയതെന്നാണ് BSF പ്രസ്താവനയിലൂടെ അറിയിച്ചത്. പാക് വ്യോമതാവളങ്ങൾ ലക്ഷ്യമാക്കി ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാന് കനത്ത നാശമുണ്ടായതായി റിപ്പോർട്ട്. പാകിസ്ഥാനിൽ വ്യോമസേനയുടെ 20% അടിസ്ഥാന സൗകര്യങ്ങളും നശിച്ചിരിക്കുകയാണ്. ആക്രമണത്തിൽ പാകിസ്ഥാന്റെ F-16, J-17 ഉൾപ്പെടെ ഒട്ടേറെ വിമാനങ്ങൾ തകരുകയും ചെയ്തു. ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തിൽ ഒരു സ്ക്വാഡ്രൺ ലീഡറും 4 വ്യോമസേന അംഗങ്ങളും ഉൾപ്പെടെ 50-ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. അതിർത്തിയിൽ പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിലും ഡ്രോൺ ആക്രമണത്തിനും മറുപടിയായാണ് ഇന്ത്യ പ്രത്യാക്രമണം നടത്തിയത്.